നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലോകത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരിൽ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവരവരുടെ രാജ്യം ഭരിക്കുന്നത്. ആയതിനാൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും രാജ്യത്തിൻ്റെയും നമ്മുടെ പുരോഗതിക്കും ജീവിതമാർഗവുമായെല്ലാം ഒത്തിരി ബന്ധപ്പെട്ടതാകുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ലോകത്തിൽ വെച്ച് 2 രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ 50 ദശലക്ഷം അംഗങ്ങൾ ഉള്ളത്. അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും 8 നടപടിക്രമങ്ങളാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിപ്പം കണക്കാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരഞ്ഞെടുപ്പിനുള്ള ആ ഒരു സ്വാധീനം, അതായത് വിവിധ തലങ്ങളിൽ, അതായത് പ്രാദേശിക ദേശീയ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായ അല്ലെങ്കിൽ ഗണ്യമായ എണ്ണം സീറ്റുകൾ നേടുന്ന ഒരു പാർട്ടിയെ വലിയ പാർട്ടിയായി കരുതാം. അതായത് ഫലപ്രദമായ വോട്ടർമാരെ അണിനിരത്താനുള്ള പാർട്ടിയുടെ കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി അംഗങ്ങളുടെ ബലം. പാർട്ടിയിൽ അംഗത്വമെടുത്ത ആളുകളുടെ എണ്ണം കണക്കിലാക്കി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. മൂന്നാമതായി പറയുന്നത് ഭൂമിശാസ്ത്രപരമായ സ്വാധീനം. ഒരു രാജ്യത്തിനുള്ളിൽ പ്രദേശങ്ങളിലോ സംസ്ഥാനങ്ങളിലോ വ്യാപകമായ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയെ വലുതായി കണക്കാക്കാം. അതായത് പാർട്ടിയുടെ സ്വാധീനം ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നാലാമതായി പറയാവുന്നത് ചരിത്രപരമായ പ്രാധാന്യം. ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക പങ്ക് വഹിച്ച പാർട്ടികൾ, പ്രധാന സാമൂഹിക രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ എന്നിവ പോലുള്ള മേഖലകളിൽ പാർട്ടി വഹിച്ച പങ്ക് എന്നിവ പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും വലിയ പാർട്ടികളായി കണക്കാക്കുന്നു. അഞ്ചാമതായി പറയാവുന്നത് നയസ്വാധീനം. അതായത് നിയമനിർമ്മാണ ശക്തിയിലൂടെയോ പൊതുവ്യവഹാരങ്ങളിലൂടെയോ സ്വാധീനിച്ചോ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പാർട്ടിയെ വലുതായി കണക്കാക്കുന്നു. പാർട്ടിയുടെ പ്രധാന ആശയങ്ങൾ അല്ലെങ്കിൽ നയനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഒരു സ്വാധീനം ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആറാമതായി പറയാവുന്നത് സാമ്പത്തിക വിഭവങ്ങൾ. അതായത് വലിയ തോതിലുള്ള സംഭാവനകൾ, അംഗത്വങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് അഫിലിയേഷനുകൾ എന്നിവയിൽ നിന്ന് പലപ്പോഴും ഉരുത്തിരിഞ്ഞ ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകളുള്ള ഒരു പാർട്ടിയെ ഒരു വലിയ പാർട്ടിയായി തന്നെ വിളിക്കാം. ഇത് വിപുലമായ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്താനും കാര്യക്ഷമമായ തോതിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താനും സഹായിക്കുന്നു. ഗ്ലോബൽ ഇൻഡെക്സ് പട്ടിക 2023 കണക്കുകൾ പ്രകാരം അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 10 രാഷ്ട്രീയ പാർട്ടികൾ. നമ്പർ 10 പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ്. 10 ദശലക്ഷം അംഗങ്ങളുള്ള പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ലോകത്തിലെ 10ാമത്തെ വലിയ പാർട്ടിയാണ്. നമ്പർ 9 ആദ്മി പാർട്ടി. 10.05 ദശലക്ഷം അംഗങ്ങളുള്ള ആദ്മി പാർട്ടി ലോകത്തിലെ 9ാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്പർ 8 പ്രോസ്പെരിറ്റി പാർട്ടി എത്യോപ്യ. എത്യോപ്യൻ രാഷ്ട്രീയ പാർട്ടിയായ പ്രോസ്പെരിറ്റി പാർട്ടിയാണ് 11 ദശലക്ഷം അംഗങ്ങളുമായി ലോകത്ത് 8ാം സ്ഥാനത്തുള്ളത്. നമ്പർ 7 AK പാർട്ടി തുർക്കി. 11.24 ദശലക്ഷം അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി, ഇംഗ്ലീഷിൽ AK പാർട്ടി എന്ന് ഔദ്യോഗികമായി ചുരുക്കി വിളിക്കുന്നു. നമ്പർ 6 AIADMK ഇന്ത്യ. ഏകദേശം 16 ദശലക്ഷം അംഗങ്ങളുള്ള അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് 6ാം സ്ഥാനത്തുള്ളത്. നമ്പർ 5 റിപ്പബ്ലിക്കൻ പാർട്ടി USA. GOP, അതായത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി 36.01 ദശലക്ഷം അംഗങ്ങളുള്ള പാർട്ടിയിൽ ലോകത്തിൽ വച്ച് 5ാം സ്ഥാനത്താണ്. നമ്പർ 4 ഡെമോക്രാറ്റിക് പാർട്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 47.13 ദശലക്ഷം അംഗങ്ങളുള്ള ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് രാഷ്ട്രീയ പാർട്ടി ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്പർ 3 കോൺഗ്രസ് പാർട്ടി ഇന്ത്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 50 ദശലക്ഷം അംഗങ്ങളുമായി ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയിൽ 3ാം സ്ഥാനത്താണ് ഇടം പിടിച്ചിട്ടുള്ളത്. നമ്പർ 2 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈന. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന എന്ന് വിളിക്കുന്നു. 98.04 ദശലക്ഷം അംഗങ്ങളുമായി 2ാം സ്ഥാനത്താണുള്ളത്. നമ്പർ 1 BJP ഇന്ത്യ. ഏകദേശം 180 ദശലക്ഷം അംഗങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി.